ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഫ്രണ്ട്സ്, പബ്ജി മൊബൈൽ ഇന്ത്യൻ വെർഷൻ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ വരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസരം വരെ കാണുക. എല്ലാം അത്യാവശ്യം ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ അവസരം വരെ കാണാം. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ടൈം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് GM Esports എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. അപ്പോൾ ആ പേജിൻ്റെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സംഭവം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഏതൊരു ഗെയിമും ഏതൊരു ആപ്ലിക്കേഷനും റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്ലേ സ്റ്റോറിലെ ടീം, അതായത് പ്ലേ സ്റ്റോറിൻ്റെ ടീം അത് വെരിഫൈ ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ ഇല്ലീഗൽ അല്ല, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ പോളിസിക്ക് എതിരല്ല എന്നത് വെരിഫൈ ചെയ്യണം. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഗെയിം ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് പ്ലേ സ്റ്റോർ ടീം അത് വെരിഫൈ ചെയ്യണം. അങ്ങനെ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഞാനത് കൊടുക്കണം. അതായത് ആ ഗെയിമും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. അവർ വെരിഫൈ ചെയ്ത് മാത്രമേ അത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ പബ്ജിക്കാരും, അതായത് പബ്ജി ടീം അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ പബ്ജി പ്ലേ സ്റ്റോറിൽ വരുമെന്നാണ്. അതായത് പബ്ജി ഇന്ത്യൻ വെർഷൻ പ്ലേ സ്റ്റോറിൽ വരുമെന്നാണ്. കാരണം പ്ലേ സ്റ്റോർ ടീമിന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോർ ടീം ഉടനെ തന്നെ വെരിഫൈ ചെയ്ത് അത് അപ്രൂവ് ചെയ്യും. കാരണം പബ്ജിക്ക് വേറെ പ്രശ്നമൊന്നും കാണത്തില്ല. പബ്ജി ഓൾറെഡി പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ഗെയിമാണ്. ഇപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തു. അതിനുശേഷം അവർ പബ്ലിക് ആക്കത്തില്ല. അതായത് ഒരു പ്രത്യേക ഡേറ്റ് അവർ അനൗൺസ് ചെയ്ത്, ട്രെയിലർ വഴി അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അത് പബ്ലിക് ആക്കുന്നത്. അതുവരെ പ്ലേ സ്റ്റോറിൽ അത് അപ്ലോഡ് ആയിരിക്കും. നമുക്കത് പബ്ലിക്കായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രൂഫാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിപ്പം ഇത് വെരിഫൈ ചെയ്യുന്ന ടീമിൻ്റെ ഏതൊരു ഭാഗത്തുനിന്നും അവർക്ക് കിട്ടിയൊരു മെയിൽ അത് ചെറുതായിട്ട് ലീക്കായതാണ്. അപ്പം 100% ജെനുവിനായിട്ടും 100% കൺഫേം ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, ഫേക്കൊന്നുമല്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കാത്തിരിക്കാം. നമുക്ക് വരുന്ന ഇൻഫർമേഷൻ എല്ലാം ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഫേക്കൊന്നുമല്ല, എല്ലാം ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷനാണ് ഓരോ ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം, അതും കൺഫേം ആണ്. ഇപ്പോൾ ഇതും വന്നിട്ടുണ്ട്, ഇതും കൺഫേം ആണ്. പ്ലേ സ്റ്റോർ ടീമിന് വേണ്ടി ഇത് അയച്ചു കൊടുത്തത് 27-ാം തീയതിയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത് അയച്ചു കൊടുത്തത്. കഴിഞ്ഞ ദിവസത്തിന് മുമ്പാണ്, അതായത് 23-ാം തീയതി, ആ ഒരു സമയത്ത് 23-ഓ 21-ാം തീയതി ആണെന്ന് തോന്നുന്നു കമ്പനി അപ്രൂവ് ആയത്. അപ്പോൾ കമ്പനി അപ്രൂവ് ആയി ഉടനെ തന്നെ ഇവർ പ്ലേ സ്റ്റോർ ടീമിന് വേണ്ടി ഈ മെയിലും അയച്ചിട്ടുണ്ട്. അതായത് ഗെയിം വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിലും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും, അതായത് പബ്ജിയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും അവർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രം ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഗെസ്. അതായത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി പബ്ജി ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റിന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഗുഡ് ന്യൂസ് ആണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്. Hang him from the yard.